ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് കാര്യമായിട്ടുള്ള ട്രേഡുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ 2 ട്രേഡാണെങ്കിൽ എസ് എല്ലാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയത് ഒരു 4 ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 ട്രേഡ് എസ് എല്ലും ബാക്കി 2 ട്രേഡ് ഒരു 1:1 ആണ്. പിന്നെ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് കാണാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ടോട്ടൽ നടന്നത്. ആകെ 6 ട്രേഡാണ് കിട്ടിയത്. പിന്നെ ട്രേഡ് കിട്ടാണ്ടല്ല, സെല്ലേഴ്സ് ഹോൾഡ് ചെയ്യണ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് മാറിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ 2-3 ട്രൈ നടത്തി, അതിലൊക്കെ ഫെയിലായി. പിന്നെ വർത്താനില്ല, നിർത്തുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. ഒരു ദിവസം 2 ദിവസത്തിലും 3 ദിവസത്തിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുക. അതൊക്കെ ഒരു ബേസിക് ഒരു നോളജാണ് ഒരു ട്രേഡറിനെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു ട്രേഡ് എടുത്തു, അത് എസ് എൽ ആയി, അടുത്ത ട്രേഡ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്യാം 2-3 വട്ടം. പിന്നെയും മനസ്സിലായാലേ, ഇത് ഒരു ട്രേഡ് എടുത്ത് 2 ട്രേഡ് എടുത്ത് 3 ട്രേഡ് എടുത്ത് 3 സക്സസ്ഫുൾ എസ് എല്ലുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് നിർത്തുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റും പോവും, എൻ്റെ മൈൻഡ് സെറ്റും പോവും. അപ്പോൾ 2 സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ നോക്കാം. ഇത് ഡെയിലി കൊടുക്കണ നിഫ്റ്റി ലെവൽസ്, ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഒക്കെയാണ് ഇതൊക്കെ. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, എല്ലാ ദിവസവും 8:30-ക്കാണ് ഞാൻ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുക, പ്രൈസുകൾ. ഇതേ പ്രൈസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഒരു പീസ് അടിക്കോ CS അടിക്കോ ഞാൻ പ്രൈസ് ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അത് 7:30-ക്ക് കിട്ടും നമുക്ക്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ നമുക്ക് 7:30-ക്ക് കിട്ടും. ഇവിടെ കിട്ടണമെങ്കിൽ ടെലിഗ്രാമിൽ കിട്ടണമെങ്കിൽ 8:30 ആവും. 8:30-ക്കാണ് നമ്മൾ ഈ ലെവൽസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ഇടാം ഞാൻ തരുന്ന ലെവൽസൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നേക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ല. നമ്മൾ പോളൊക്കെ ഇട്ടുണ്ടായിരുന്നു, 56 വോട്ട് വന്നിട്ടുണ്ട്, 198 വ്യൂസും വന്നിട്ടുണ്ട്. അതിൽ പ്രോഫിറ്റിൽ നിൽക്കുന്നത് 8 പേരാണ്, ലോസിൽ നിൽക്കുന്നത് 23 പേര്, എടുത്തിട്ടില്ല 25 പേരാണ്. അപ്പോൾ ഇപ്പോഴും പ്രോഫിറ്റിൽ നിൽക്കാൻ ചിലർക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും ലോസിലാണ്. എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല കേട്ടോ. ഈ പോള് പറയണോണ്ടൊന്നും മറച്ചേക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തത് ഷെയർ ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾ തന്നെയാണല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നത്. നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്ത, പെയ്ഡിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഫ്രീയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാ ദിവസവും പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സെറ്റപ്പിലേക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാത്ത ടൈമിൽ നമുക്ക് 1-2 ട്രൈ ഒക്കെ നടത്താം, അത് ഫെയിലായി നിർത്തുക. മനസ്സിലായില്ലേ? മാർക്കറ്റ് നന്നായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇന്നലത്തെ പോലത്തെ ട്രേഡുകൾ വരും, ഒരു 5-6 ട്രേഡൊക്കെ ഫുൾ ടാർഗറ്റ് വരും. അപ്പോൾ കിട്ടുന്ന ട്രേഡുകളൊക്കെയും നിങ്ങൾ ഫുള്ളായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. അങ്ങനെ ട്രെൻഡിങ് ടൈമിലൊക്കെയും പീസ് അടിക്കുകയാണ് CS അടിക്കുകയാണല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ മോളിക്കോ അടിലിക്കോ, ചിലപ്പോൾ ഒരു ദിവസം മോളിക്കും അടിലിക്കും പോകും. അതൊക്കെ എന്നെ സംബന്ധിച്ച് ട്രെൻഡിങ് ആണ്. മനസ്സിലായില്ലേ? നമ്മുടെ കണ്ടീഷൻ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ഏരിയയും കൂടെയാണ് മോളിക്ക് പോയാലും അടിയിലേക്ക് പോയാലും ഒക്കെയും. അപ്പോൾ അവിടെ നല്ല പ്രോഫിറ്റൊക്കെ വരും. അത് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഓവർ ട്രേഡ് ഇങ്ങനത്തെ ഒരു സെക്ഷനിൽ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ഇതിലൊരു 20 പോയിന്റ് പോയി, അതായത് 2 ട്രേഡ് കൂടി നിങ്ങൾക്ക് 20 പോയിന്റ് ഫ്രീ ഗ്രൂപ്പിൽ പോയിണ്ടോ, നമുക്ക് ഒറ്റ ട്രേഡിൽ റിക്കവർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലത്തെ ഒരു വീഡിയോ എൻ്റെ ഉണ്ട്. ഫ്രീ ആണ്, ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബേസിക് നോളജ് അബൌട്ട് ട്രേഡിങ്, അതാണ് അതിൽ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെയും അതിലുണ്ടാവും. ചിലപ്പോൾ പെയ്ഡിൽ നിങ്ങൾ പെയ്ഡായിട്ട് പഠിക്കണ കുറച്ച് കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കമൻറ്റ് ബോക്സിൽ ട്രേഡർന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് എനിക്ക് DM ചെയ്യുക ടെലിഗ്രാമിൽ കേട്ടോ. ഞാൻ നമുക്ക് ആ വീഡിയോ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് ട്രേഡർന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ നിഫ്റ്റി ലെവൽസ്. നിഫ്റ്റി ലെവൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം 28 to 29 ആ റേഞ്ച് കാണാൻ പറ്റുമല്ലോ. ഫുൾ കൺസോൾട്ടേഷനാണ്, സെല്ലേഴ്സ് ഹോൾഡ് ചെയ്യണ മാർക്കറ്റാണ്. അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. 24,826 അതാണ് ഒരു റെസിസ്റ്റൻസ് വരുന്നത്. കറക്റ്റ് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പം നിഫ്റ്റിയുടെ കാര്യം അത്രേ ഉള്ളൂ, അതിലത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു കൺസോൾട്ടേഷനിലാണ്. കൺസോൾട്ടേഷൻ കഴിഞ്ഞ് നാളെ ഒരു മൂവ്മെൻറ്റ് കിട്ടുമായിരിക്കും. ഇത് ഞാനിപ്പോൾ കൊടുത്തൊരു ഗോൾഡിൻ്റെ ലെവലാണ് കേട്ടോ. പേഴ്സണലി കൊടുത്തതാണ്, നമ്മൾ ചോദിച്ചൊരാൾക്ക് കൊടുത്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് റെഫർ ചെയ്യാം. ഇതൊന്നും മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം. ഗോൾഡിൽ എങ്ങനെ ട്രേഡ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ക്യാൻഡിൽസ് ഇവിടെ ഫോം ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് വരുന്ന നേരത്ത് ഒരു റെഡ് ക്യാൻഡിൽ ലോസ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. പക്ഷെ എപ്പോഴും ഓർക്കുക, ഒരു സപ്പോർട്ടിൻ്റെ അടിയിലേക്ക് ഇപ്പോൾ മാർക്കറ്റ് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. നമുക്കവിടെ കാണാൻ പറ്റും. ഗോൾഡ് ഇങ്ങനെ കയറിപ്പോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ PES അടിക്ക് പിടിക്കണ നേരത്ത്, ഒരു ട്രേഡ് എടുക്കണ നേരത്ത് അത് സസ്റ്റെയിൻ ചെയ്യണ്ടോ എന്നൊരു പ്രശ്നം വരും അവിടെ. മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് ട്രേഡ് എടുത്ത് നോക്കുക. നമ്മളെപ്പോഴും ട്രൈ ചെയ്യാതെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ട്രേഡ് എടുക്കുക, അത് ഡയറക്റ്റ് എൻട്രി ആണ് കേട്ടോ. അതേപോലെ തന്നെയാണ് മോളിക്ക് പോകുമ്പോഴും. മോളിക്ക് CS അടിക്ക് പോകാൻ നോക്കി, അവിടെയും ഡയറക്റ്റ് എൻട്രി ആണ്. ഇങ്ങനെ തന്നെയാണ്. അവിടെ ഒരു റെഡ് ക്യാൻഡിൽ റിജക്ഷനാണ് വേണ്ടത്. ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്ത് പിന്നെ റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കും, ട്രേഡ് എടുക്കുക. അത്രയുള്ള കേസ്.
രണ്ട് ലെവലിൽ നിന്ന് നോക്കി വെച്ചാൽ 33.28.48 പിന്നെ 33.15.34. ഇപ്പോൾ ഗോൾഡിനെ കുറിച്ച് പറയാനുള്ള കാര്യത്തിലാണ്. സാധാരണ ഗോൾഡൊന്നും പറയാറൊന്നുമില്ല. ഇവിടെ ആകെ 4 സ്ട്രൈക്കുള്ളൂ. മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് 4 സ്ട്രൈക്ക്. ഇപ്പോൾ എവിടെയും ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് രസലോ എന്നുള്ള സൈഡാണ് 24.800 P 200.10 രസലുണ്ട്. പക്ഷേ ഈ ട്രേഡ് നമുക്ക് ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ആണ്. ഈ പ്രൈസ് ഈ വിക്ക് വന്ന് കാണാണ്ടല്ലേ 159, അവിടെ നമുക്ക് ഈ ട്രേഡ് ആക്ടിവേറ്റ് ആണ്. പക്ഷേ എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇവിടെ ക്യാൻഡിൽ 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ കണ്ടീഷനൊക്കെ ഇവിടെ കറക്റ്റ് പ്രോപ്പർലി ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡാണ്. ഇവിടെ നിന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 50 പോയിന്റ് ടാർഗറ്റാണ്, 50 പോയിന്റ്സ് ടാർഗറ്റാണ്. പക്ഷേ ഞാൻ അവിടെ റിസ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാൻ കൊടുത്ത ലെവൽ തന്നെയാണ്. ഈ 159 210 റേഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ട്. സംഭവം ഫുൾ ടാർഗറ്റ് വരും. പക്ഷേ അവിടെ ഞാൻ എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി സൈഡ് അവിടെ നന്നായിട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിയിലാണ് എടുത്തത് പോയിട്ട്. സി നമുക്ക് നല്ല രീതിക്ക് പണി വന്നു അവിടെ. ഇതായിരുന്നു ആ ട്രേഡ്. നമുക്ക് പി ആക്റ്റീവ് ആയ സമയത്ത് സിയും ഒരുമിച്ച് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലായിരുന്നു ഇതെടുത്തത്. ഒറ്റ ക്യാൻഡിൽ ലെസ്സിൽ പോയിട്ടുണ്ട് അവിടെ. അതിൻ്റെ റിസ്ക് എലമെന്റ് എനിക്ക് തോന്നിയ കാരണം കൊണ്ടാണ് ഞാൻ റിസ്ക് പറഞ്ഞത് കേട്ടോ. പക്ഷെ അവിടെ നല്ല രീതിക്ക് അത് മൂവ്മെന്റ് ഉണ്ടായി. പക്ഷെ ഒറ്റ ക്യാൻഡിൽ ആ ഒറ്റ മൂവ്മെന്റ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള എല്ലാവരും പ്രോഫിറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ചില ടൈമിലൊക്കെ നമുക്ക് അത് ഇഗ്നോർ ചെയ്യേണ്ടി വരും. ചില ടൈമിൽ നമ്മൾ ട്രാപ്പിൽ വിടും. അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. കൂടുതലൊന്നും കാണിക്കാനൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് വലിയ പ്രോഫിറ്റ് എന്ന് പറയാനുള്ള രീതിക്കൊന്നും വന്നിട്ടില്ല. നിങ്ങൾ പോള് കണ്ടതായിരിക്കും. ഇനിയിപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ചിലപ്പോൾ ഒരു മ്യൂട്ടഡ് ആയിട്ട് അവസ്ഥയായിരിക്കും. ചിലപ്പോൾ ഒരു ലോസിൽ തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു 20 പോയിന്റ് അല്ലെങ്കിൽ 30 പോയിന്റ് ലോസിൽ തന്നെ ആയിരിക്കും എല്ലാവരും. പക്ഷെ അതൊക്കെ ഈസിയായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്സ് ആണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഇതായിട്ട് തോന്നുന്നു, ഒരു എസ്എൽ അടിച്ചല്ലോ എന്നുള്ള രീതിക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ നല്ല നിങ്ങൾ ഗ്രൂപ്പിൽ കയറി നോക്കി വെക്കുന്നുണ്ട്. നല്ല ഫുൾ ടാർഗറ്റുകളുണ്ട്. അപ്പോൾ ഇന്നലെ എല്ലാവർക്കും നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇന്നലെ നല്ല പ്രോഫിറ്റ് എടുത്തവർക്ക് ഇന്ന് വലിയ സീൻ ഉണ്ടാവില്ല. ഇന്നലെ നോക്കിയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോസിലായിരിക്കും എടുത്തുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ട്രേഡിങ് വളരെ ഈസിയാണ്. പക്ഷെ ഇങ്ങനത്തെ ഭയങ്കര കൺസൾട്ടേഷൻ വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മാറി നിൽക്കുക എന്നുള്ള ഒരു ബുദ്ധിയും കൂടി നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2-3 ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഫെയിൽ ആവുകയാണെങ്കിൽ നിർത്തിക്കോ, അത്ര ഉള്ള കാര്യം. പിന്നെ പിറ്റേ ദിവസം നോക്കാം. അങ്ങനെ ചെയ്ത് പോയാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒരു ദിവസം നല്ലൊരു ദിവസം കിട്ടും. നല്ല പ്രോഫിറ്റുകൾ വരുന്ന ദിവസങ്ങൾ വരും. നല്ല ക്യാൻഡിൽസ് വരുന്ന ദിവസങ്ങൾ വരും. ആ ദിവസം നമ്മൾ മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ലോസിൽ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് തരാൻ പറ്റുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങൾ കൊടുക്കണ ലോസ് കുറച്ചിട്ട് എടുക്കണ പ്രോഫിറ്റ് കൂട്ടുക. അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളൂ നിങ്ങൾ കൊടുക്കുന്ന ലോസ് 10 പോയിന്റാന്ന് നോക്കി. നിങ്ങൾ എടുക്കുന്നത് 10 പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മന്ത് എൻഡിൽ വലിയൊരു പ്രോഫിറ്റിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ക്യാപിറ്റൽ കുറച്ച് കൂടി ഉണ്ടാകും, അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറച്ച് കുറഞ്ഞുണ്ടാവും. ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ പോവുള്ളൂ. ഇങ്ങനെ 10 പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. ഒരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വ്യാഴാഴ്ചയാണ് 29-ാണ്. മന്ത്ലി എക്സ്പീരി ആണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പീരി ആണ്. അപ്പോൾ ഇതേ കൺസൾട്ടേഷൻ നാളെ കാണാൻ പറ്റും. പക്ഷേ ഇതേപോലെ ആവില്ല. നാളെ ലാസ്റ്റ് ടൈമിനൊക്കെ ഗാമ ബ്ലാസ്റ്റൊക്കെ നടക്കും. ഗാമ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ഡമണി ഒക്കെ നല്ല രീതിക്ക് മൂവ്മെൻറ്റ് നടക്കും. ആ മൂവ്മെൻറ്റ് നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സ് ഓൾറെഡി സി സൈഡ് പി സൈഡിൽ നിന്ന് നല്ല രീതിക്ക് സെല്ലിങ് പ്രഷർ ഉണ്ടായിരുന്നു. ഈ പ്രഷർ നാളെ ഒരു 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസാവും. ഇവർ ഒരു ഓർഡറുകളൊക്കെ ക്യാൻസൽ ചെയ്ത് ഇവർ ഫ്രീ ആയി പിറ്റത്തെ മാസത്തേക്കുള്ള ഓർഡറുകൾക്ക് പോകും. മനസ്സിലായാലേ? അപ്പോൾ നമ്മളിൽ ഇരിക്കുന്ന സ്ട്രൈക്ക് ബയ്യേഴ്സ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ട്രൈക്കായി മാറും. മനസ്സിലായാലേ? അവിടെ ബയ്യേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ബയ്യേഴ്സ് മാത്രമുള്ള സ്ഥലത്ത് വലിയ വലിയ ടാർഗറ്റുകളാണ് വരിക. അതാണ് ഈ 1 രൂപയുടെ ഷെയർ 100 രൂപയാണ് മെത്തേഡ്. അത് മന്ദനിലൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. പക്ഷെ നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കരുത്. നിങ്ങൾ രാവിലെ എങ്ങാനും നല്ല ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. വൈകിട്ടൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ലോട്ട് ഇട്ടിട്ട് ചെയ്യാൻ നിന്നാൽ ക്യാപിറ്റൽ അടക്കം പോകും. ഒരു ലോട്ടിനൊക്കെ ട്രേഡ് എടുക്കുക. ചെറിയ പ്രൈസൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു ലോട്ടിനൊക്കെ ട്രേഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.